afternoon. Good afternoon. മഴയുണ്ടോ? നല്ല ടിപ്പൻ മഴയാണല്ലോ. മഴയത്ത് ഇങ്ങനെ ചൂട് ചായ പരിപ്പൂടെ കുടിച്ചിട്ട് ഇരിക്കാൻ തോന്നുന്നുണ്ടല്ലേ? മഴയില്ല. ക്ലാസ്സിൽ കയറാനായിട്ട് ക്ലാസ് കേൾക്കാനായിട്ട് മടിയാവുന്നുണ്ടോ? പഠിക്കാൻ മടിയാവുന്നുണ്ടോ? ആദരവിസനങ്ങൾ പറഞ്ഞല്ലോ, ചെറുതായിട്ട് ഉറക്കാൻ വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു കുട്ടികൾ. ആണോ? മുടിഞ്ഞ വെയിലാണോ? അതെ, വെയിലാണ് അവിടെ. ആർക്കൊക്കെ വെയില് നല്ല നല്ല ഡിപ്പൻ മഴയാണ്. ഉറക്കം വേണ്ടിണ്ട? ഫുൾ മഴയായിരുന്നു. സായങ്കാലം മുതൽ മഴയായിരുന്നല്ലേ? ഇവിടെ ഇന്നലെ കാലത്ത് ഇന്ന് വെളുപ്പിന് തൊട്ട് 6 മണി തൊട്ട് നല്ല മഴയാണ്. ട്രിവാൻഡ്രത്ത് മഴയില്ല. അഞ്ജലിയുടെ വീട് എവിടെയാണ്? ബാംഗ്ലൂരൊന്നും ഇല്ല. ഓക്കെ, വെയിലാണ് ട്രിവാൻഡ്രം. ഓക്കെ, ഇവിടെയൊക്കെ നല്ല മഴയാണ്. എറണാകുളത്ത് നല്ല മഴയാണ്. ചാലക്കുടി ഓക്കെ, നല്ല മഴയാണല്ലേ? സാരില്ല, നമുക്ക് പഠിച്ചല്ലോ ഇപ്പോ അല്ലെ? മഴയായാലും വെയിലായാലും നമുക്ക് ക്ലാസ് ഉണ്ട്, നമുക്ക് പഠിക്കാം, എക്സാം എഴുതാം, പാസ്സാവാം, നല്ല ജോലി കിട്ടാം അല്ലെ? സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് എവിടെ വരെയായിരുന്നു? സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരെയായിരുന്നു. നോക്കിയായിരുന്നോ? എടുക്കുന്നത് സെക്കൻഡ് മൊഡ്യൂള്, രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഏതാണ്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ? പേജ് നമ്പർ 12. പേജ് നമ്പർ 12 ആണോ? ഓക്കെ, ഇനി എടുക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, 4 രീതിയിലുള്ള ടൈപ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഓക്കെ, 4 രീതിയിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ്, 4 ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായിരിക്കാം ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല്? നിങ്ങൾക്ക് അറിയോ എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്താണ് ഉള്ളത്? എന്താ ഇൻഡക്ഷൻ ട്രെയിനിങ്? ഇല്ല, അറിയില്ല. വെരി ഗുഡ്, അതാണ് കേട്ടോ, കറക്റ്റ് ആണ്. പുതിയൊരു ആള് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഇതെന്ന് പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ ട്രെയിനിങ് ഈസ് ദ ട്രെയിനിങ് given to new employees by the employer in order to help in adjustment to their new job and familiarize with their new work environment and the people who are working around them. എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല്? ജസ്റ്റ് ഒരു 1-2 ദിവസത്തേക്ക് നമുക്ക് കൊടുക്കുന്ന ട്രെയിനിങ്. ഒരു പുതിയൊരു വ്യക്തി ജോയിൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ എംപ്ലോയി ജോയിൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്താണ്, അവിടുത്തെ മേലധികാരികൾ ഉണ്ടാവും അല്ലെ, മാനേജേഴ്സ് ഉണ്ടാവും. ആ മാനേജേഴ്സ് എന്താണ്, കുറെ അധികം ജോലികൾ അവരുടെ തലയിൽ വെച്ച് കൊടുക്കോ, നീ ഇത് ചെയ്യണം,
ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആദ്യ ദിവസം തന്നെ കൊടുക്കാറുണ്ടോ അങ്ങനെ? ഇല്ല. അവരെന്ത് ചെയ്യും? ഒരേ കാര്യങ്ങളല്ലേ. ഇപ്പൊ വർക്കിംഗ് എൻവയോൺമെന്റിനെ പരിചയപ്പെടുത്തി കൊടുക്കും, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കും അല്ലെ. അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊപ്പം വർക്ക് ചെയ്യുന്ന ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കും അല്ലെ. അത്രയും കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഡ്യൂട്ടീസ്, നമ്മളുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇന്ന രീതിയിലാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അല്ലെ. പുതിയ ഒരു സ്ഥലവുമായിട്ട് ഇടപഴകുന്ന ടൈം, അതുപോലെ തന്നെ പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു 1-2 ദിവസം മാത്രം കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. അവർക്ക് അവരുടെ ജോലിയിൽ പരിചയപ്പെടുത്തി കൊടുക്കുക, ഡ്യൂട്ടീസുകൾ, റെസ്പോൺസിബിലിറ്റീസുകൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ജോബ് ഓറിയന്റേഷൻ. The process of making aware of an individual of his or her roles, responsibilities, and relationship in a new work situation. It is an individualized training program aimed to get a newly hired employees more familiarized with their responsibilities. അതായത് ജോബ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീക്കോ അല്ലെങ്കിൽ 1 മന്തോ കൊടുക്കുന്ന ട്രെയിനിങ്, അതാണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ. അവിടുത്തെ മേലധികാരികളായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, മേലധികാരികൾ, മാനേജേഴ്സ് ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കുക. റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ്, എന്റെ ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത്, എന്റെ ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത്, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മളിപ്പോ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അത് കണ്ടിട്ട് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത് കൂടെ ഒരാളുണ്ടാവും. ഇപ്പൊ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ലാപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു എന്താണ് എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി സ്റ്റാഫ് കൂടി ഉണ്ടാവും. എന്നിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. കുറെ ടൈം എടുക്കും അല്ലെ, ചിലപ്പോൾ ഒരു 1 മന്തോ അല്ലെങ്കിൽ ഇപ്പോ 1 വീക്ക് ഒക്കെ നമുക്ക് എടുക്കും. അത് പഠിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് പഠിച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അല്ലെ. അതാണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മേലധികാരികൾ തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അവര് ഇപ്പൊ റിസപ്ഷനിസ്റ്റ് ആണ് നമ്മൾ കിട്ടിയ ജോലിയെങ്കിൽ അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ രീതികൾ നമ്മൾ ഏതൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം, ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്ത് അത് നമുക്ക് അതിലൂടെ ട്രെയിനിങ് തരുന്നതാണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. എന്താണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? An educational experience planned before to provide in the job setting and costly identified with the services in order to help a person discharge his duties more effectively as a person and as a worker. It is thus the planned institutional or planning programs given by an employee agency in the employment setting. എന്താണ് അവിടെ പറയുന്നത്? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബിന് കയറിയതിനു ശേഷം ഡ്യൂട്ടീസ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, നമ്മള് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ച് എന്താ പറയാ നമ്മളെ ട്രെയിനിങ്ങിലൂടെയൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാനായിട്ട്, ഇഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫക്റ്റീവ് ആയിട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഉള്ള ട്രെയിനിങ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഈസ് ഓൾ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് that happen after an individual has completed his basic education. It involves the planned learning experience beyond a basic nursing educational program. എന്താണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 ട്രെയിനിങ്ങുകളും കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഇൻഡക്ഷൻ ട്രെയിനിങ് കഴിഞ്ഞു, ജോബ് ഓറിയന്റേഷൻ കഴിഞ്ഞു, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ കഴിഞ്ഞു,
ഈ 3 കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോബ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുറിച്ച് ക്ലാസ്സുകള് സെമിനാർസുകളൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് വിടും. അതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചില നഴ്സുമാരായാലും നമ്മൾ പഠിക്കുന്നുണ്ട്, ചില നഴ്സുമാരായാലും എന്താണ് അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആവാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ സ്കില്ല് നോളജ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെ എന്താണ് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട്, അതുപോലെ തന്നെ അവരുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട്, സെമിനാർ അറ്റൻഡ് ചെയ്യിച്ച് അവർക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വിടുന്നതാണ് ഇത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പല പല ക്ലാസ്സുകളാവാം, അതുപോലെ തന്നെ സെമിനാർസുകളൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വിടുന്നതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് 4 types ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ വരുന്നത്. ഓക്കെ, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ എന്താണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്? എന്താണ് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കി അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ഒന്നും കൂടി മോർ എഫക്റ്റീവ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസും സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അതുപോലെ തന്നെ സെമിനാർസുകളൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് വിടുന്നത്. ഓക്കെ, പഞ്ചുക്കി ക്ലിയർ ആയോ? 4 types of staff development. Next ആണ് advantage of staff development. Next one, generate a positive organizational climate. Okay, എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ ഓർഗനൈസേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ട് പോകാനുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ ഓർഗനൈസേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റിലേക്ക് സഹായിക്കുന്നുണ്ട്. ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാഫിന് ഒരു ട്രെയിനിങ്ങുകൾ ഇപ്പോ പേഷ്യൻസിന് കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഡെവലപ്മെന്റിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ സ്റ്റാഫുകൾക്ക് ഡെവലപ്പ്
ചെയ്തെടുക്കുന്നുണ്ട്, ഡെവലപ്മെന്റ്സ് വരുന്നുണ്ടല്ലേ സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെയൊക്കെ. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പേഷ്യൻസുമായിട്ട് നിന്നുകൊണ്ട് അവർക്ക് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടോ അവരെ മൊത്തം ഒരു നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടോ സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓരോ സ്റ്റാഫിനും പേഷ്യൻസും സ്റ്റാഫുമായിട്ടൊരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ റിലേഷൻ ഉണ്ടാകാനായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പാസ് അവർ ഓർഗനൈസേഷൻ മെസ്സേജ് ടു വർക്കേഴ്സ്. നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനും സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഗോൾ ഉണ്ടാവും, വിഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ ഓർഗനൈസേഷന്റെ ഗോൾ എന്താണ്, വിഷൻ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ സാധ്യമാണ്. ഓരോ വർക്കേഴ്സിനും അതനുസരിച്ച് ഓർഗനൈസേഷന്റെ വിഷൻ ഗോൾ എന്താണ് അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ സാധ്യമാണ്. ഈസി ആക്സസ് ടു നോളജബിൾ കൊളീഗ്സ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് അല്ലെ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അങ്ങനെയാണ് കൊളീഗ്സ് എന്ന് പറയുന്നത് അല്ലെ. അവരോടൊപ്പം നമ്മൾ നിന്നുകൊണ്ട് അവരെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്തിട്ടുള്ളൂ, ഇപ്പൊ ഓക്കെ ഒരാഴ്ചയായിട്ടുള്ള ജോയിൻ ചെയ്തിട്ട് ഓക്കെ എന്താണ് ഞാൻ വർക്കും കാര്യങ്ങളും പഠിച്ചു വരുന്നതേ ഉണ്ടാവുള്ളൂ അല്ലെ. ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ എനിക്ക് ജോലി കിട്ടുന്നത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി കാര്യങ്ങളൊക്കെ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ അല്ലെ. പക്ഷെ ഇതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവരെങ്ങനെയായിരിക്കാം, നല്ല രീതിയിൽ ഡെവലപ്പായി അവർക്ക് എല്ലാ എക്സ്പീരിയൻസും ഉണ്ടാവാം, നല്ല നോളജ് ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെ അവരെ കൂടി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് നോളജ് ഡെവലപ്പ് ആവും, സ്കില്ല് ഡെവലപ്പ് ആവും ഇല്ലേ. ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ സംശയം ചോദിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചൊക്കെ തരും. അപ്പൊ അങ്ങനെ നമുക്ക് നോളജ് ആയിട്ട് അല്ലെ നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ ഓർഗനൈസേഷൻ പോസിറ്റീവ് നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്, നല്ല എഫക്റ്റീവ് ആയിട്ട് പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ഒരു ഓർഗനൈസേഷന്റെ വിഷൻ എന്താണ് അത് നല്ല രീതിയിൽ പാസ് ചെയ്യാനായിട്ടും അത് അറിയാനായിട്ടും ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നോളജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധ്യമാണ്. ഇനി എന്താണ് റോള്, എന്താണ് റോൾ എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഹലോ ഓക്കെ ആയില്ലേ. ഓക്കെ ഇനി റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് uses principle of learning when helping employees to learn new skills or informations. അതായത് എന്താണ് ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഹോസ്പിറ്റലിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഏരിയ ആണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അവരുടെ റോളാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ അവരുടെ റോളാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, uses principle to learning when helping employees to learn new skills or information. അതായത് എന്താണ് അവിടെ പറയുന്നത്, ലേണിംഗ് അല്ലെ. ഒരു പുതിയൊരു എംപ്ലോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കില്ല് അതുപോലെ തന്നെ അവരുടെ ടാലന്റ് കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് വേണ്ടിയിട്ട് ലേണിംഗ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം. ഓക്കെ ഒരു പുതിയൊരു എംപ്ലോയി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സ്കിൽസ് നോളജ് ടാലന്റ് ഒക്കെ നമുക്ക് വളർത്തിക്കൊണ്ട് വരുന്നു അല്ലെ.
അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? പുതിയ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്കിൽസ് ആയാലും നോളജ് ആയാലും ടാലന്റ് ആയാലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡ്സുകള് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താ? യൂസേഴ്സ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫ്. ഓക്കെ, സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യാം. അതായത് ടീച്ചിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുറെ കാര്യങ്ങൾ ഇപ്പൊ അവർക്ക് ഡൗട്ട് വരാം, റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ടാവാം, ഡ്യൂട്ടീസ് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവാം അല്ലെ. പക്ഷെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഞാനിപ്പോ പുതിയൊരു എംപ്ലോയി ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരാം, ചിലപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് പകച്ചു നിൽക്കാം അല്ലെ. കുറെ അങ്ങനത്തെ ഒരു സന്ദർഭങ്ങൾ പലപ്പോഴും പലർക്കും വരാറുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യും അല്ലെ. അതാണ് ടീച്ചിങ് ടെക്നിക്സ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അവർ ടീച്ച് ചെയ്യുകയാണ്, ഒരു ഗൈഡൻസ് കൊടുക്കുക. അപ്പൊ സൂപ്പർവൈസറോട് ചോദിച്ച് മനസ്സിലാക്കുക, സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നുണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് ഓരോ കാര്യങ്ങൾ ഗൈഡൻസ് ആയാലും അവരുടെ ലീഡ് ചെയ്യുന്നതായാലും ചെയ്യുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ടീച്ചിങ് ടെക്നിക്സ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത്തരത്തിലുള്ള ടീച്ചിങ് ടെക്നിക്സ് അവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ നോക്കേണ്ട ഒരു കാര്യമാണ്, അവരുടെ റോളാണത്. പിന്നെ എന്താണ്? continuously answer the learning needs of each unit. അതായത് നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലില് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഇല്ലേ? ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, PLT ഉണ്ട്, പീഡിയാട്രിക് ഉണ്ട്, റേഡിയോളജി ഉണ്ട്, ന്യൂറോ ഉണ്ട്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. അവരെല്ലാം ഫോളോ ചെയ്യുന്ന എന്താ ഗൈഡ് ലൈൻസ്, പോളിസീസ്, പ്രൊസീജിയർ ഒക്കെ സെയിം ആയിരിക്കോ? അവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെയുള്ള പ്രൊസീജിയർ ഗൈഡ് ലൈൻസ് ആയിരിക്കോ? അല്ല, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ വ്യത്യസ്ത പോളിസീസ്, ഗൈഡ് ലൈൻസ്, പ്രൊസീജിയർ ഒക്കെ ആണ് അല്ലെ. അതൊക്കെ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അതൊക്കെ നമുക്ക് പറയാവുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പൊ അവരുടെ ലേണിംഗ് നീഡ്സ് ഒക്കെ വ്യത്യാസമായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച്. അവരുടെ ലേണിംഗ് നീഡ്സ് അനുസരിച്ചിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടേതാണ്. ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. ഇനി ഓരോ എംപ്ലോയിക്കും ഓരോ രീതിയിൽ ഇപ്പൊ എത്ര പേര്, ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും സ്കില്ലും നോളജും ഒരുപോലെ ആയിരിക്കോ? 100 പേരുടെയും ആയിരിക്കോ? സ്കില്ലായാലും നോളജ് ആയാലും ഇല്ല. എനിക്കുള്ള നോളജ് ആയിരിക്കില്ല രമയ്ക്കുള്ളത്, രമയ്ക്ക് നോളജ് ആയിരിക്കില്ല ശ്രീലക്ഷ്മിക്കുള്ളത് അല്ലെ. പലർക്കും പല രീതിയിലുള്ള സ്കിൽസ് ആവാം, പല രീതിയിലുള്ള നോളജ് ആവാം, കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും അല്ലെ. ഓക്കെ, ഇനി നോളജ്, ചിലവർക്ക് നോളജ് കൂടുതലും സ്കില്ല് കുറവായിരിക്കും, ചിലർക്ക് സ്കില്ല് കൂടുതലും നോളജ് കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആർക്കൊക്കെയാണ് നോളജ് കുറവ്, ആർക്കൊക്കെയാണ് സ്കില്ല് കൂടുതല്, എവിടെയൊക്കെയാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തർക്കും ഗ്രോപ്പ് ചെയ്യാനായിട്ട്, ഓരോ എംപ്ലോയീസിനെ ഗ്രോപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷന്റെ റോൾ. ഇത്രയും കാര്യങ്ങളാണ് റോൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, പഠിച്ചു നോക്കി അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ റോൾസും പഠിച്ചു കേട്ടോ.
ആക്ച്വലി ഇങ്ങനെ നഴ്സിംഗ് ഹൈറാർക്കി വായിച്ചു നോക്കാം. ബാക്കിയുള്ളവര് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. അഡ്വാൻറ്റേജസ്. Okay, നോക്കാം. Nursing hierarchy and the functions. The structure of the organization determines the employee behavior through the effect of a role, power, status, responsibility, authority, and communication. Nursing is a large department in every hospital, hence it has a hierarchy as doctor hierarchy as doctors do. And it is necessary to understand the different nursing classification. അവിടെ എന്താ പറയുന്നത്? നഴ്സിംഗ് ഹൈറാർക്കി നമ്മൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് ഹൈറാർക്കി കാണാം അല്ലെ? ഓക്കെ, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് എംപ്ലോയീസിന്റെ ബിഹേവിയർ ആയിരിക്കും. ഓക്കെ, അവിടെ എന്താണ് ഇപ്പൊ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ ജോലി ആയിരിക്കില്ല ആർക്കുണ്ടാകുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ മ്യൂസിക് ഇൻചാർജിന്റെ റോൾ സ്റ്റാറ്റസ് ആയിരിക്കില്ല ആർക്കുണ്ടാകുന്നത്? അസിസ്റ്റൻസിന്, നഴ്സിംഗ് അസിസ്റ്റൻസിന് ഉണ്ടാകുന്നത് അല്ലെ? ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, ഓരോരുത്തരുടെയും എന്താണ് സ്കിൽസ്, നോളജ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്തം ഉണ്ടാകും അല്ലെ? വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ ഡ്യൂട്ടീസിനും വ്യത്യസ്ത രീതിയിലായിരിക്കും. നോക്കാം നമുക്ക് നഴ്സിംഗ് ഹൈറാർക്കി. നോക്കി താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഡയഗ്രാം കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നഴ്സിംഗ് ഡയറക്ടർ ഉണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ട്. അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. അവർക്ക് കീഴിൽ വരുന്നത് നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, ലാസ്റ്റ് വൺ ആരാണ്? നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. അങ്ങനെ 6 പേരുടെ 6 പേര് എന്താണ് അവര് ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ് നമ്മള് ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈ ഡയഗ്രാം. ഈ ഹൈറാർക്കി കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം കേട്ടോ. ചോദിക്കാറുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഓർഡർ തെറ്റാതെ പഠിച്ചു വെക്കാം. ഫസ്റ്റ് വൺ ആണ് ഇത് നഴ്സിംഗ് ഡയറക്ടർ. നഴ്സിംഗ് ഡയറക്ടർ ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ആക്കാം. എക്സ്പ്ലെയിൻ ചെയ്യും. നഴ്സിംഗ് ഡയറക്ടർ ആരാണ്?
ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യൂ. ഞാൻ പറയാം മിസ്. പറഞ്ഞോളൂ. ആരെങ്കിലും പറയും. പറയുന്നുണ്ടോ ആരെങ്കിലും? മിസ് ഞാൻ ട്രൈ ചെയ്തു. It's the nursing director who provides direction to the nursing staff and coordinates health services. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയാം മിസ്. റേഞ്ച് ഞാൻ പറയാം. ഓക്കെ. പറയട്ടോ മിസ്സേ. നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫ്മാർക്കുള്ള അവർക്ക് നേതൃത്വം നൽകുകയും അതുപോലെ ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുകയാണ് ഒരു നഴ്സിംഗ് ഡയറക്ടറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ നഴ്സിംഗ് ജീവനക്കാരുടെയും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും അതുപോലെ പേഷ്യൻസിനെ കെയർ ചെയ്യുകയും അതുപോലെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, അതുപോലെ ബഡ്ജറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ഭരണപരമായ ചുമതലകളൊക്കെ നിർവഹിക്കുകയും അവ ഏകോപിപ്പിക്കുകയും ചെയ്യുകയാണ് ഒരു നഴ്സിംഗ് ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഏതെങ്കിലും യോഗ്യതകളും അതുപോലെ കുറഞ്ഞത് അതുപോലെ ഒരു 10 വർഷത്തെ പ്രവൃത്തി പരിചയവും കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. എന്താണ് നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാല്? It is a nursing director who provides directions to the nursing staff and coordinator health services. അതായത് എന്താണ് നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് നഴ്സുകൾ എല്ലാ വിധത്തിലുള്ള ഡയറക്ഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഡ്യൂട്ടി ആരുടേതാണ്? നഴ്സിംഗ് ഡയറക്ടറുടേതാണ്. Duties consist of supervising all nursing staff and looking after patient care as well as administrative functions like record keeping and budgeting. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, സ്റ്റാഫ് നഴ്സുകളെ സൂപ്പർവൈസ് ചെയ്യാം, അവർക്ക് മേൽനോട്ടം വഹിക്കാം, അവരുടെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാം, അവരെ സൂപ്പർവൈസ് ചെയ്യാം, അവരുടെ ഡയറക്ഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ അവരെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് നഴ്സിംഗ് ഡയറക്ടർ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? റെക്കോർഡ് കീപ്പിംഗ്, അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ്. ഇനി at a minimum they require co-workers or bachelor degree in nursing along with at least 10 years of experience in being a person. അതുപോലെ തന്നെ അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗിൽ ബാച്ചലർ ഓഫ് ഡിഗ്രി കഴിഞ്ഞവരായിരിക്കണം. അതുപോലെ ഒരു 10 years എക്സ്പീരിയൻസും നഴ്സിംഗ് ഡയറക്ടർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? To direct, oversee and evaluate all nursing staff. പറഞ്ഞു അല്ലെ,
എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനെ ഇവാലുവേറ്റ് ചെയ്യാം, വിലയിരുത്താം, അവരെ ഓവർസീ ചെയ്യാം, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കാം. To give staffing procedures. അതുപോലെ തന്നെ procedures എന്ന് പറഞ്ഞാൽ എന്താ? എന്താ procedures? Procedure. What do you mean by procedure? ഇതാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ ഇല്ലേ? അതിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഓരോ സ്റ്റാഫിന്റെയും ഇപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റാഫ് നഴ്സിനെ ഡയറക്ട് ചെയ്യാം, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എത്ര അവേഴ്സ് വർക്ക് ചെയ്യണം, 8 അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഇല്ലേ, ഓരോരുത്തർക്ക് ഏത് ജോലിയിലായാലും 8 അവേഴ്സ് തന്നെ വർക്ക് ചെയ്യണം അല്ലെ. അവരുടെ ഡ്യൂട്ടീസ് 8 അവേഴ്സ് വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ടു സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ എൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യാം. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യണം. അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയർ. അതുപോലെ തന്നെ ഇപ്പൊ അഡ്മിഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നഴ്സിംഗ് ഇപ്പോ പേഷ്യന്റ് നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ ഒക്കെ അറേഞ്ച് ചെയ്യാം. പേഷ്യൻസിനെ എങ്ങനെ കെയർ കൊടുക്കുക, അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു കൊടുക്കുക, നഴ്സുമാർക്ക് ഏതൊക്കെ പ്രൊസീജിയറിലൂടെ ഏതൊക്കെ നടപടിക്രമത്തിലൂടെയാണ് അവരെ കെയർ ചെയ്യേണ്ടത്, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം, അറേഞ്ച് ചെയ്യണം, അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടിമാരുടേതാണ് നഴ്സിംഗ് ഡയറക്ടറിന്റേതാണ്. സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. ഇനി ഡിപ്പാർട്ട്മെന്റുമായിട്ട് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഹോസ്പിറ്റലിന് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ ഇഷ്യൂസ് വരാം. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഇടയിൽ നഴ്സുമാരും പേഷ്യന്റുമാരും തമ്മിൽ ഇഷ്യൂസ് വരാം. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂസുകൾ സെറ്റിൽ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിമാരുടേതാണ് നഴ്സിംഗ് ഡയറക്ടറിന്റേതാണ്. റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. റിപ്പോർട്ടുകൾ അപ്പർ മാനേജ്മെന്റിന് സമർപ്പിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. നഴ്സിംഗ് സൂപ്രണ്ട് വായിച്ചോക്കാട്ടോ. പഠിച്ചു കഴിഞ്ഞവര് നഴ്സിംഗ് സൂപ്രണ്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വായിച്ചു.
നോക്കാം. Nursing superintendent. Nursing superintendent acts as the second commander in the nursing administration of the hospital. Okay. Nursing superintendent എന്ന് പറയുന്നതിൽ nursing administrationലെ second command ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ചോദിക്കാറുണ്ട്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ സെക്കൻഡ് കമാൻഡ് എന്ന് പറയുന്നത് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത്. He or she will be held responsible for management and the supervision of nursing services of the different department of the hospital. അല്ലെ? എന്താണ് ഈ നഴ്സുമാരെ അല്ലെ, സ്റ്റാഫ് നഴ്സുമാരെ അല്ലെങ്കിൽ നഴ്സിംഗ് സർവീസിൽ നഴ്സുമാരെ മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യാം, അവരെ മേൽനോട്ടം വഹിക്കാം, ഇതൊക്കെ ചെയ്യുന്ന ഡ്യൂട്ടി ആരുടേതാണ്? നഴ്സിംഗ് സൂപ്രണ്ടിന്റേതാണ്. In all areas of the nursing activity, he or she will help the nursing director and act as a director in the absence of the nursing director. Nursing director കഴിഞ്ഞിട്ട് വരുന്ന ഒരു പറയാം, നഴ്സിംഗ് ഡയറക്ടർ ആണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്. അദ്ദേഹത്തിന് കീഴിൽ വരുന്നതാണ് നഴ്സിംഗ് സൂപ്രണ്ട് അല്ലെ. അപ്പോ നഴ്സിംഗ് ഡയറക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആബ്സെൻസിന് നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാരാണ്? നഴ്സിംഗ് സൂപ്രണ്ട്. ഓക്കെ. അദ്ദേഹത്തിന്റെ അഭാവത്തിന് നഴ്സിംഗ് ഡയറക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. Next, duties and responsibilities നോക്കാം. He or she will help a nursing director in his work. Okay, അവനോ അവളോ ആയിക്കോട്ടെ നഴ്സിംഗ് സൂപ്രണ്ട് നഴ്സിംഗ് ഡയറക്ടറുടെ വർക്കിൽ സഹായിക്കുന്ന ഒരാളാണ് നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് സെന്റൻസ് നോക്കാം. Accountable for master rotation of nurses. അതായത് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ? അതായത് എക്സാമ്പിൾ ആയിട്ട് പറയാം, കാർഡിയാക് ഐസിയു ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ഐസിയു ഉണ്ട്. ഇല്ലേ? എല്ലാവരും കണ്ടിട്ടില്ലേ മെഡിക്കൽ ഐസിയു അതുപോലെ തന്നെ കാർഡിയാക് ഐസിയു? കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോ തീവ്രമായിട്ട് രോഗികളെ പരിചരിക്കുന്ന അല്ലെങ്കിൽ പരിചരിക്കേണ്ട ഒരു ഇതാണ് എന്തിൽ വരുന്നത്? കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, ഐസിയു. എല്ലാവരും തീവ്രമായിട്ട് ഏതൊരു വ്യക്തിയും വന്നിട്ടുണ്ടെങ്കിലും തീവ്ര പരിചരണത്തിന് വിധേയമാക്കുന്നത് എവിടെയാണ്? ഐസിയുലാണ് അല്ലെ. ഓക്കെ. നമ്മളത് നമ്മള് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിശ്വസിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പോ കാർഡിയാക് ഐസിയുല് ഒരു കുറച്ച് നഴ്സുമാരേ ഉള്ളൂ. ഓക്കെ, കുറച്ച് നഴ്സുമാരേ ഉള്ളൂ. അതുപോലെ തന്നെ മെഡിക്കൽ ഐസിയു നമ്മൾ നോക്കുമ്പോ കുറേ നഴ്സുമാരുണ്ട്, കുറച്ച് രോഗികളുള്ളൂ. ഓക്കെ. ഇനി കാർഡിയാക് ഐസിയുല് രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് കെയർ കൊടുക്കാനായിട്ട് കുറച്ച് നഴ്സുമാരുടെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു മെഡിക്കൽ ഐസിയുല് കുറച്ച് രോഗികളെ ഉള്ളൂ, പക്ഷെ കുറെ അധികം നഴ്സുമാരുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? മെഡിക്കൽ ഐസിയുവിൽ നിന്ന് കാർഡിയാക് ഐസിയുവിലേക്ക് നഴ്സുമാരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ. അവിടെ അത്രയും നഴ്സുമാരെ ആവശ്യമില്ല. മറ്റ് കാർഡിയാക് ഐസിയുലാണെങ്കിലോ അവിടെ കുറെ രോഗികളുണ്ട്, തീവ്രമായിട്ട് പരിചരിക്കേണ്ടത് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നിന്ന് കാർഡിയാക് ഐസിയുവിലേക്ക് നഴ്സുമാരെ ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ റെസ്പോൺസിബിൾ ആയിരിക്കണം ആര്? നഴ്സിംഗ് സൂപ്രണ്ട്. Check and confirm the duty roster and the staff nurse prepared by nursing in charge. അതുപോലെ തന്നെ ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ നഴ്സുമാർക്കും വന്നിട്ട് ഷിഫ്റ്റ് ഉണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. അത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം, കൺഫേം ചെയ്യാം. ഓക്കെ. ഇനി എന്താ? അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. നമുക്കറിയാം ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ഉണ്ടാവും. അപ്പൊ ഡേ ഷിഫ്റ്റിൽ വന്ന സൂപ്പർവൈസർ എന്ത് ചെയ്യണം? കുറെ കാര്യങ്ങൾ അല്ലെ, രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും എഴുതി തയ്യാറാക്കി കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നൈറ്റിൽ വരുന്ന സൂപ്പർവൈസർക്ക് അത് കൈമാറണം. എന്നാൽ മാത്രമാണ്
നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്നുകൾ രോഗികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് റിസീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, കൈമാറുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ആരുടെ ഡ്യൂട്ടിയാണത്? സൂപ്രണ്ടിന്റേതാണ്. ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. നമുക്കറിയാം സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാം, സംഘടിപ്പിക്കാം. Keep the record of staff statistics in connected with the educational program. അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഈ അവരുടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇപ്പോ സ്കിൽസ് നോളജ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, സെമിനാർസ്, വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കാനൊക്കെ നമ്മൾ വിടാറുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് എന്ത് ചെയ്യണം? ഇപ്പോ ഇത്തരത്തിലുള്ള അവരെ വിട്ടു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് റെക്കോർഡ് കറക്റ്റ് ആയിട്ടൊക്കെ കീപ്പ് ചെയ്യാം. ഇത്രയും പേര് വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേരാണ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, പോയിരിക്കുന്നത്. അപ്പൊ അവരുടെ റിപ്പോർട്ടുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ആരുടെ ഡ്യൂട്ടിയാണ്? സൂപ്രണ്ടിന്റേതാണ്. സൂപ്പർവൈസർ മെയിൻ്റനൻസ് ഓഫ് ദ വാർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് നഴ്സിംഗ് ഇൻചാർജ്. ഓരോ വാർഡിനും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഓക്കെ, നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും. അവിടുത്തെ നഴ്സിംഗ് ഇൻചാർജിനോട് പറയാം. ഇപ്പൊ വാർഡിലൊക്കെ മൂലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആ വാർഡിന്റെ ഇൻചാർജിനോട് ഇൻഫോം ചെയ്യാം. അവിടെ എന്താണ് ഇപ്പോ ഹോസ്പിറ്റൽ സ്റ്റാഫ് ചേച്ചിമാരൊക്കെ അടിച്ചു വരാനൊക്കെ വരും അല്ലെ, ആ ക്ലീനേഴ്സിനെ കൊണ്ടാവും. അവിടെ കൊണ്ട് ഇത് അടിച്ചു വാരി വൃത്തിയാക്കിയിടണം എന്ന് ഈ നഴ്സിംഗ് ഇൻചാർജിനോട് ഇൻഫോം ചെയ്യേണ്ട ഡ്യൂട്ടി. കാര്യങ്ങള് ആരുടേതാണ്? അത്തരത്തിലുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നഴ്സിംഗ് സൂപ്രണ്ടിന്റേതാണ്. ഓക്കെ, പിന്നെന്താ? അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദി വാർഡ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചിട്ട് നഴ്സിംഗ് കെയർ കൊടുക്കേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റൽ പോളിസി, ഗൈഡ്ലൈൻസ്, പ്രൊസീജിയർ അത്തരത്തിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസും എന്താ പറയാ അതിൽ പറഞ്ഞിട്ടുണ്ടാവും നഴ്സിംഗ് കെയർ എങ്ങനെ കൊടുക്കേണ്ടത്. ഓരോ രോഗികൾക്കും പ്രത്യേകമായിട്ട് നമ്മൾ കെയർ കൊടുക്കേണ്ടതുണ്ടാവും അല്ലെ. നഴ്സിംഗ് എന്താ പറയാ ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ച് വേണം നമ്മൾ പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട്. കെയർ കൊടുക്കുന്നുണ്ടോ, കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? നഴ്സിംഗ് സൂപ്രണ്ടിന്റേതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ആക്ച്വലി ഇത്രയും വെച്ച് നമുക്ക് നിർത്താം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അയച്ചു നോക്കി നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പോയിന്റ് എന്താ? ഡ്യൂട്ടി റോസ്റ്റർ, അതായത് എന്താണ് ഷിഫ്റ്റിംഗ് ടൈം. ഓരോ നഴ്സുമാർക്ക് ഡേ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചെക്ക് ചെയ്യാം, കൺഫേം ചെയ്യാം. ബാക്കിയെല്ലാം ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.